അപ്പോൾ നമുക്ക് കുറച്ച് അപ്പാർട്ട്മെൻറ്റ് നോക്കാൻ പോയാലോ? ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റ് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഈ നമ്മളെ മുന്നിലുള്ള ഈ ചേച്ചിയാണ് നമുക്ക് വീടെല്ലാം കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് വീട് കാണിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ ആദ്യം നോക്കിയ വീട്. ഇത് മുന്നേ ഒരു പാർട്ടി യൂസ് ചെയ്ത വീടാണ്. പിന്നെ എല്ലായിടത്തും കുറേ കബോർഡുകളെല്ലാം ആക്കിയിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് യൂസ്ഡാ? ആക്കിനാ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ അടുക്കള വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഓവൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇടാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ അധികം അപ്പാർട്ട്മെൻ്റ് എല്ലാം റെൻറ്റിന് കൊടുക്കുന്നത് ഫുൾ ഫർണിഷ്ഡ് ആയിട്ടാണ്. പിന്നെ നമുക്ക് ആവശ്യമായ അടുക്കള സാധനങ്ങൾ എന്തെങ്കിലും മാത്രം അവിടെ ഉണ്ടാവണമെന്നില്ല. അത് ചില ആൾക്കാർ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങിച്ചു തരും. സ്പോഞ്ച്. പിന്നെ നമ്മൾ നോക്കിയതെല്ലാം 2 ബെഡ്റൂം വരുന്ന രീതിയിലുള്ള അപ്പാർട്ട്മെൻ്റ് ആണ് കൂടുതലുള്ളതുണ്ട്. എല്ലാ റൂമിലും അത്യാവശ്യം കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് ബെഡെല്ലാം ഒരേപോലെ തന്നെ. പിന്നെ ഇവിടെ എക്സ്ട്രാ ഒരു കോഫി ടേബിളും 2 ചെയറും, അത് ബാൽക്കണിയിൽ ഇടാനുള്ളതാണ്. സോഫ്റ്റ് ഇല്ല, ഇരിക്കാൻ സോഫ്റ്റ് ഇല്ല. ഒന്നാമത്തെ അപ്പാർട്ട്മെൻറ്റ് കണ്ടിട്ട് നമ്മൾ നേരെ രണ്ടാമത്തെ ഒരു അപ്പാർട്ട്മെൻറ്റ് കാണാൻ പോയി. ഇത് 8ാമത്തെ ഫ്ലോറിലാണ് ഈ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇതും യൂസ് ചെയ്ത അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. പക്ഷെ കുറച്ച് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു മോഡൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കടക്കാപ്പുറമുണ്ടല്ലോ. ഒരു ഡ്രസ്സിങ് ടേബിളെല്ലാം ഉണ്ട്. അതെല്ലാം സെയിം തന്നെ, എല്ലാ മോഡല്. നമ്മുടെ അടുത്ത ഓണർ വന്നിട്ടുണ്ട്. ഇനി അടുത്ത വീട്ടിൽ പോയിട്ട് നോക്കാം. അപ്പം നമ്മുടെ അടുത്ത വീട്ടിൽ കയറി. ഇത് പുതിയതാണ്, ആരും ഉപയോഗിക്കാത്ത വീടാൻ തോന്നുന്നു.
ഇത് പുതിയതാ? This is not brand new, right? പുതിയതാ? എല്ലാ അപ്പാർട്ട്മെൻറ്റേയും ബാൽക്കണിയിൽ നോക്കുമ്പോൾ ഏകദേശം ഒരേ വ്യൂ തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ എക്സ്ട്രാ ഒരു ഓഫീസ് ചെയർ, ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് ഇവർ. നല്ല സോഫയാണ്, നല്ല സുഖമുണ്ട് കിടക്കാൻ. ഇതൊരു ബെഡ്റൂം. ഒരു ഷെൽഫുണ്ട്. ബെഡ് രസമില്ല അല്ലേ? സോഫ നല്ല അടിപൊളി സോഫ. ഇരിക്കുമ്പോ ഇങ്ങനെ ഇതായി പോന്നി താണു. ഇത് വേറൊരു ബെഡ്റൂം. എവിടെയും ഉണ്ടാ? She says a lot of storage so you can store your. ബാത്റൂമിലും എല്ലാം ഒരേ മോഡലല്ലേ? ഇവിടെ രണ്ട് തട്ട് വെച്ചിട്ടുണ്ട്. സോഫ മസാജ് തന്നെയാ, സൈഡ് സ്വിച്ച് എല്ലാം കാണുന്ന പോലെ. അതിൽ ഇരിക്കാറോ? അല്ലേ മസാജ്? ഓക്കെ ഓക്കെ. സോഫ അടിപൊളി ഉണ്ടല്ലേ? ടി വി അതുണ്ട്. ഇതുവരെ അമ്മ അങ്ങനെ എടുത്ത് നേരത്തെ ഒരു ടേബിൾ ഫാൻ കണ്ടല്ലോ. ഒക്കെ ഉണ്ട്. അത് ഫ്ലാറ്റ് അല്ലേ? ചെറിയ ഡൈനിങ് ടേബിൾ. ഫ്രിഡ്ജ് തുറന്നിട്ടോ? ഇപ്പം ഉണ്ട് സ്പേസ് ഇഷ്ടംമാതിരി. ഇവിടെ ഫിൽറ്ററെല്ലാം ഉണ്ടല്ലേ? മിക്സറില്ല. ആ നമ്മളതിൻ്റെ അത്രയൊക്കെ ഇല്ല, എന്നാലും കുറച്ച് യൂസ് അല്ലേ? ഇത് വേറൊരു അപ്പാർട്ട്മെൻ്റാണ്. ഇത് പുതിയതാണെന്ന് തോന്നുന്നു. ഫർണിച്ചറെല്ലാം ആവുന്നേ ഉള്ളൂ. സോഫയെല്ലാം ഇടണത്ത്. ടി വി ഉണ്ട്. പുറത്തേക്കുള്ള വ്യൂ, ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക്. അപ്പോൾ ഇത് നല്ലുണ്ട്. ഇത് പുതിയത് തന്നെ. ഇതൊരു ബെഡ്റൂം. ആ കുറേ കബേർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു.
ഇത് അടുത്തൊരു റൂം. റൂമിൽ നല്ല സ്പേസ് പിന്നെ അധികം ഉണ്ടാവില്ല, ഫിറ്റായിരിക്കും. പുതിയ ഇതാണ്, നല്ലതുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷെൽഫുണ്ട്. ഇത് ബാത്റൂമാണ് അറ്റാച്ച്ഡ്, അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്, എന്തോ മെയിൻ്റെനൻസ് ഉണ്ട്. എക്സ്ട്രാ ഒരു ബാത്റൂം. ഇത് അടുക്കള ഉണ്ടാ, പ്യൂരിഫയർ ഉണ്ടാ. ചൂടാക്കുന്ന സാധനം മിക്സർ മാത്രമില്ല. ഇത് പുതിയ തന്നെ, ഉപയോഗിക്കാത്ത തന്നെ. തുണി അറിയുന്നില്ല ഇല്ല, ഇത് കുറേ സ്റ്റോറേജ് അടുത്ത പോലെ തന്നെ ഉണ്ട്. വീഡിയോ ഉണ്ടല്ലേ, നല്ല സ്റ്റോറേജ്. സ്റ്റോറേജ് ഉണ്ട്, തുണി അറിയുന്ന മാത്രമില്ല. അതവർ ചെയ്തു തരുമായിരിക്കും. ഇതിലോ സാധനം പുതിയത് വാങ്ങിയിട്ടുണ്ട് പറഞ്ഞു, വരുന്നവർക്ക് യൂസ് ചെയ്യാൻ. ഫ്രിഡ്ജല്ലേ ഇത്, നമ്മുടെ ഇന്ന് നമ്മൾ നോക്കിയ ഏകദേശം എല്ലാ അപ്പാർട്ട്മെൻറ്റും നമ്മുടെ നാട്ടിൽ 75,000 രൂപേൻ്റെ അടുത്താണ് വാടക വരുന്നത്, മെയിൻ്റെനൻസ് കൂടാതെ. അങ്ങനെ അപ്പോൾ നമ്മൾ 2-3 അപ്പാർട്ട്മെൻറ്റ് നോക്കി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.